PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നമ്മളെ കാത്തിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം, കേരാഫെഡ് അസിസ്റ്റൻറ്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേഷനിൽ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഇൻ ആപ്കോസ് ദ വാല്യൂ ഓഫ് മിൽക്ക് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ് ഇൻ ദ മിൽക്ക്. ഇൻ ആപ്കോസ് ദ വാല്യൂ ഓഫ് മിൽക്ക് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ് ഇൻ ദ മിൽക്ക്. ഉത്തരം ഫാറ്റ് ആൻഡ് SNF. ഫാറ്റ് ആൻഡ് സോളിഡ്സ് നോട്ട് ഫാറ്റ് അഥവാ SNF, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിൽക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആപ്കോസ് നമുക്കറിയാം പ്രൈമറി മിൽക്ക് സൊസൈറ്റിയാണ്. രണ്ട് തരത്തിലുള്ള പ്രൈമറി മിൽക്ക് സൊസൈറ്റീസ് ഉണ്ട്, KVCS ഉം KUCS ഉം. KVCS എന്ന് വെച്ചാൽ ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, KUCS ക്ഷീര ഉൽപാദക കോപ്പറേറ്റീവ് സൊസൈറ്റി. ആപ്കോസ് എന്ന് പറയുന്നത് KUCS ആണ്. KVCS ട്രഡീഷണൽ സൊസൈറ്റിയാണ്. ഇതിൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്റർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ആപ്കോസിൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്റർ ഓഫ് ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് സൊസൈറ്റികളും കീപ്പ് ചെയ്യുന്ന ഫണ്ടിൽ വ്യത്യാസമുണ്ട്. KVCS മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് കാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട്. KUCS മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാറ്റിൽ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. In APCOS, the value of milk is calculated on fat and SNF. രണ്ടാമത്തെ ചോദ്യം, സെൽഫ് ഹെൽപ്പ് ആൻഡ് സോളിഡാരിറ്റി ആർ ടു ഇമ്പോർട്ടൻ്റ് ഡാഷ് ഓഫ് കോപ്പറേഷൻ. സെൽഫ് ഹെൽപ്പ് ആൻഡ് സോളിഡാരിറ്റി ആർ ടു ഇമ്പോർട്ടൻ്റ് ഡാഷ് ഓഫ് കോപ്പറേഷൻ. ഉത്തരം വാല്യൂസ്. സെൽഫ് ഹെൽപ്പും സോളിഡാരിറ്റിയും കോപ്പറേറ്റീവ് വാല്യൂസ് ആണ്. ഏതൊക്കെയാണ് മറ്റു കോപ്പറേറ്റീവ് വാല്യൂസ്? ഓരോന്നായി പറയാം. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി, ഇക്വിറ്റി, ഡെമോക്രസി, സോളിഡാരിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. ഒന്നും കൂടി പറയാം. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി, ഇക്വിറ്റി, ഡെമോക്രസി, സോളിഡാരിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. ഇതെല്ലാം എന്താണ്? കോപ്പറേറ്റീവ് വാല്യൂസ് ആണ്. അടുത്തത്, TER ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. TER ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. ഉത്തരം സൂപ്പർവൈസർ ആൻഡ് അഗ്രികൾച്ചറൽ ഓഫീസർ. TER എന്ന് വെച്ചാൽ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ആണ്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, DV ഫയൽ. ഇതൊക്കെ DV ഫയൽ വാല്യുവേഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് അഗ്രികൾച്ചറൽ ഓഫീസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് സൂപ്പർവൈസറും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ സൂപ്പർവൈസർ, അഗ്രികൾച്ചറൽ ഓഫീസർ, സൂപ്പർവൈസർ ആൻഡ് അഗ്രികൾച്ചറൽ ഓഫീസർ, വാല്യുവേഷൻ ഓഫീസർ എന്നൊക്കെ ഓപ്ഷൻ തരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് സൂപ്പർവൈസറും അഗ്രികൾച്ചറൽ ഓഫീസറും പ്രിപ്പയർ ചെയ്യുന്നു. ദ ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ബീങ് ഫിനാൻസ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ദ ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ബീങ് ഫിനാൻസ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഉത്തരം ക്യാംകോ. ക്യാംകോ എന്ന് വെച്ചാൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷനാണ്. കേരള, കർണാടക ഈ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറാണ് ക്യാംകോ എന്ന് പറയുന്നത്. ഇതിന് ഫിനാൻസ് കൊടുക്കുന്നത് കേരള ബാങ്കാണ്. ക്യാംകോ നിലവിൽ വന്ന വർഷം ഓർത്തു വെക്കാം, 1973 ജൂലൈ 11. ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂർ. ക്യാംകോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. The expulsion from membership may involve dash of shares held by the member. The expulsion from membership may involve dash of shares held by the member. ഉത്തരം forfeiture.
എക്സ്പെൽ ചെയ്ത മെമ്പറിൻ്റെ ഷെയർ തടഞ്ഞു വയ്ക്കാനുള്ള അധികാരം, ഒരു പണിഷ്മെൻറ്റ് എന്ന രീതിയിൽ ഷെയർ തടഞ്ഞു വയ്ക്കാനുള്ള അധികാരം സൊസൈറ്റിക്കുണ്ട്. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 17 റൂൾ 18 ജനറൽ ബോഡി കൂടണം, സ്പെഷ്യൽ ജനറൽ ബോഡി കൂടണം, 2/3 മെജോറിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെ എക്സ്പെൽ ചെയ്ത് ഒരു റെസൊല്യൂഷൻ പാസ്സായിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ആ ഒരു മെമ്പറെ അറിയിക്കണം. എക്സ്പെൽ ചെയ്ത മെമ്പർക്ക് വീണ്ടും റീ അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ 1 വർഷത്തിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. സൊസൈറ്റിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ട തുകയിൽ തുടർച്ചയായി വീഴ്ച വരുത്തുകയോ ബൈലോയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താലാണ് ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത്. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് പറയുന്നത് സെക്ഷൻ 17 റൂൾ 18. അടുത്തത് ടു ഹൂം ദ അപ്പീൽ ഈസ് ഫയൽഡ് വെൻ രജിസ്ട്രാർ സൂപ്പർസീഡ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ടു ഹൂം ദ അപ്പീൽ ഈസ് ഫയൽഡ് വെൻ രജിസ്ട്രാർ സൂപ്പർസീഡ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം ഗവൺമെൻറ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി രജിസ്ട്രാർ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമാണ്. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരവും രജിസ്ട്രാർക്ക് മാത്രമാണ്. സൂപ്പർ സെഷൻ അല്ലെങ്കിൽ കമ്മിറ്റിയെ പിരിച്ചുവിടൽ ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 32. Transfer of interest on death of members is defined in section dash of the KCS Act. Transfer of interest on death of members is defined in section dash of the KCS Act. ഉത്തരം സെക്ഷൻ 25. KCS ആക്ടിൻ്റെ സെക്ഷൻ 25ലാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ മെമ്പർ the society shall transfer shares to the nominee or legal representative of the deceased member എന്നാണ് സെക്ഷൻ 25 പറയുന്നത്. Under crop loan system, the scale of finance is calculated by Under crop loan system, the scale of finance is calculated by ഉത്തരം ടെക്നിക്കൽ കമ്മിറ്റി. ഈ ഒരു ചോദ്യം 13/1/2024 നടന്ന CSEB എക്സാമിനും ചോദിച്ചിട്ടുള്ളതായിരുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്കൽ കമ്മിറ്റിയാണ് ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഹാഡ് നോട്ട് മെഷേർഡ് അപ് ടു എക്സ്പെക്ടേഷൻസ് ഇൻ മൊബിലൈസിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ക്രെഡിറ്റ് അറ്റ് ദ റീറ്റെയിൽ ലെവൽ. ഹൂസ് ഒപ്പീനിയൻ വാസ് ദിസ്? Cooperative had not measured up to expectations in mobilizing deposits and disbursing credit at the retail level. Whose opinion was this? ഉത്തരം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഒപ്പീനിയനാണ് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1969. ചെയർമാൻ ആയിരുന്നത് വെങ്കിട്ടപ്പയ്യാണ്. Any dispute relating to the election to the managing committee of state cooperative union shall be referred to the Any dispute relating to the election to the managing committee of state cooperative union shall be referred to the government. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകളെല്ലാം റെഫർ ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത് KCS ആക്ടിൻ്റെ സെക്ഷൻ 89 പ്രകാരമാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. ആസ്ഥാനം തിരുവനന്തപുരം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ SCU എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1970. വിത്ത് ഡേറ്റ് 1970 നവംബർ 21. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ജേണൽ. ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് ജേണൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 1952 മുതലാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് KR ഇലങ്കത്ത്, ഫസ്റ്റ് ചെയർമാൻ PG മേനോൻ, ഫസ്റ്റ് സെക്രട്ടറി കേശവൻ നായർ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 23 അംഗങ്ങളുണ്ട്. കോറം 12 ആണ്.
കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. പ്രധാനപ്പെട്ട 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്